അപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്തു, ജോഗ്രൻ സിൻഡ്രോമായിട്ട് ഡയഗ്നോസ് ചെയ്തു. നമ്മൾ ഭയങ്കരമായിട്ട് വറിയാണ്, പേരൊക്കെ തന്നെ വലിയൊരു പ്രശ്നമാണ്, ജോഗ്രൻ സിൻഡ്രോം എന്ന പേര്. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒരിക്കലുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ആർത്രൈറ്റിസിലും എല്ലാ ഓട്ടോഇമ്യൂൺ ഡിസീസിലും ഒരു മൈൽഡായിട്ടുള്ള ഒരു വകഭേദമാണ് ജോഗ്രൻ സിൻഡ്രോം. പക്ഷേ ഇവർക്ക് മോർട്ടാലിറ്റി, ആളുകൾ മരിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ 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 കുറവാണ്. SLE പോലെയൊന്നുമല്ല, പക്ഷേ വളരെ കുറവാണ് മരണസാധ്യത. പക്ഷേ ഇവർക്കുള്ള പ്രശ്നം എന്താണ്? ഇറിറ്റേറ്റിംഗ് ആണിത്. കാരണം ഈ ഡ്രൈനസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയും, നമുക്ക് ഉമിനീരും കണ്ണുനീരും ഒക്കെ ഇല്ലെങ്കിലാണ് നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ഒരു പ്രശ്നം മനസ്സിലാകുന്നത്. നമുക്ക് ലൂബ്രിക്കേഷൻ വരണ്ടേ? ഇത് നമ്മുടെ കണ്ണടച്ച് തുറക്കുമ്പോൾ അവിടെ ലൂബ്രിക്കേഷനിൽ എന്ത് പറ്റും? നമ്മുടെ കോർണിയയിൽ ചെറിയ ഉരസൽ വരും. ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതുപോലെ വായിൽ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കറിയാം, ഈ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ നമ്മൾ ചുറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ക്ലീൻ ആകത്തില്ല അല്ലേ? അതുപോലെ വായിൽ വെള്ളമില്ലാതെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് പല്ല് കേടുവന്ന് പോകും, വായിൽ ദുർഗന്ധം വരും. അങ്ങനെ അവർക്കൊരു സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും. സാധാരണ ജോഗ്രൻ സിൻഡ്രോം പേഷ്യൻസിനോട് ഒന്നാമത് പറയുന്നത്, ഇത് പ്രോഗ്രസ് ചെയ്യാതിരിക്കുകയാണ് ചെറിയ രീതിയിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നുകൾ, HCQ പോലെയുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരാം. കുറച്ചൊരു പ്രൊപ്പോർഷൻ ആളുകൾക്ക് HCQ പോലെയുള്ള മരുന്നുകൾ കൊണ്ട് കുറയും. അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ മെത്തോട്രെക്സേറ്റ്, റിട്ടുക്സിമാബ്, പുതിയ കുറേ മരുന്നുകൾ ഇതിനും അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നുകൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ അത് 20 മുതൽ 30% അതിൻ്റെ റോള്. പക്ഷേ മേജർ റോള് വരുന്നത് പലപ്പോഴും നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് എന്ന് പറയും. അതായത് മരുന്നുകൾ കഴിക്കാതെ ബാക്കിയുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് വലിയൊരു റോളുണ്ട്. ഫോർ എക്സാമ്പിൾ കണ്ണുനീരുണ്ടാകുന്നില്ല, അപ്പോൾ കണ്ണുനീരിൽ ഡ്രോപ്സ് ഒഴിക്കുക, നമ്മൾ കറക്റ്റായിട്ട് ഒഫ്താൽമോളജി ഫോളോ അപ്പ് ചെയ്തിട്ട് അതിന് വേണ്ടി ജെൽസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ പങ്ക്റ്റിൽ പ്ലഗിങ് ചെയ്യാം. ബേസിക്കലി കണ്ണിൽ ഡ്രോപ്സ് ഒഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണിനെ കറക്റ്റായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. അതുപോലെ വായിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റായിട്ട് വെള്ളം കുടിക്കുക. ദിവസം 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ പല്ല് കേടുവരും. അതുപോലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നന്നായിട്ട് വായ കഴുകുക. അതുപോലെ ഇത് രണ്ടും കൃത്യമായിട്ട് കണ്ണിൻ്റെയും വായുടെയും ഹൈജീൻ നന്നായിട്ട് നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഡെൻ്റൽ ചെക്കപ്പിന് പോവുക. 1 in 6 months എങ്കിലും ഒരു ഡെൻ്റൽ ചെക്കപ്പ് ചെയ്ത് ചെറിയ പോടുകളൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ അടയ്ക്കുക. ഒഫ്താൽമോളജിസ്റ്റിനെ 1 in 6 months കാണുക. അതുപോലെ നല്ല കവർ ചെയ്തിട്ടുള്ള കണ്ണാടി വയ്ക്കുക. കാരണം നമ്മൾ കണ്ണുനീര് വന്നു കഴിയുമ്പോൾ കണ്ണുനീര് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കും. നല്ല കവറേജുള്ള കണ്ണാടി വയ്ക്കുക. ഫുള്ള് കവറുള്ള കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആ ഒരു എത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ അതവിടെ നിൽക്കും. പിന്നെ സ്വീറ്റ്സ് കഴിയുന്നതും കുറയ്ക്കുകയാണ്. സ്വീറ്റ്സ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല്ല് പെട്ടെന്ന് കേടുവരും. അപ്പോൾ മധുരം കഴിക്കുന്നത് കുറയ്ക്കുക. മധുരം കഴിച്ചാൽ തന്നെ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ കുറേ നമ്മുടെ സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെയുള്ള അഡ്വാൻസ്ഡ് മരുന്നുകൾ വേണ്ടി വരുന്നത് പലപ്പോഴും മറ്റ് ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ്. വേറെ പല ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മേജർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത്. ടുക്സിമാബ് പോലെയുള്ള മരുന്നുകളും MMF പോലെയുള്ള മരുന്നൊക്കെ വേണ്ടി വരുന്നത് കൂടുതൽ ഓർഗൻസിനെ, നരമ്പുകളെയോ കിഡ്നിയൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ്. അത് പലപ്പോഴും ചെറിയൊരു ശതമാനത്തിന് മാത്രമേ അതൊക്കെ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഫോളോ അപ്പിലിരിക്കണം. ജോഗ്രൻ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ ഇടയ്ക്ക് ചെയ്യണം. 1 in 3 months എങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് വേറെ സിസ്റ്റം ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ ലാസ്റ്റായിട്ട് പറയുന്നത്, നമുക്ക് വായിൽ ഡ്രൈനസ് ഉണ്ട്. നമ്മൾ വായിൽ വെള്ളം കുടിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ പൈലോകാർപ്പിൻ എന്ന് പറയുന്നൊരു മെഡിസിൻ ഉണ്ട്. അത് 1-2 പ്രാവശ്യം ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വായിൽ ഉള്ള ഉമിനീർ ഗ്രന്ഥികൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് പ്രവർത്തിക്കുകയും കൂടുതൽ വായിൽ വെള്ളം വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈനസ് ഉണ്ട്, വായിൽ ഡ്രൈനസ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ണിൽ ഡ്രൈനസ് ഉണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി ആണ് ജോഗ്രൻ സിൻഡ്രോം. അത് ഡോക്ടറോട് സംസാരിക്കുക അതിനെക്കുറിച്ച്. അപ്പം വളരെ ഈസി ആയിട്ട് ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനും അത് ചികിത്സിക്കാനും സാധിക്കും.